Hi friends, ആദ്യത്തെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഈ സമ്മർ ടൈമിൽ ഏറ്റവും കംഫർട്ടബിൾ മിക്ക ദിവസവും ഞാൻ കോട്ടണുമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കംഫർട്ടബിൾ ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ബംഗ്രു പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻസിലുള്ള ഇതെല്ലാം ഇൻഡിവിജ്വൽ പീസസ് ആണ്. ഓരോന്നും ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ പീസസ് ആണ്. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ഡാർക്കർ ഷെയ്ഡ്സും ലൈറ്റർ ഷെയ്ഡ്സും എല്ലാം അവൈലബിൾ ആണ്. ഫസ്റ്റ് വരുന്നത് ബംഗ്രു പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടണിൽ 2.5 മീറ്ററിൻ്റെ ടോപ്പാണ്. ഇതാണ് എൻ്റെ പ്രിൻറ്റഡ് ടോപ്പ്. സൈഡിൽ ബോർഡർ വന്നിട്ടുണ്ട്. ബോർഡർ നമുക്ക് സ്ലിറ്റിലോ സ്ലീവിൻ്റെ എഡ്ജിലോ ഒക്കെ ചെയ്യാനായിട്ടും നല്ലതാണ്. ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്, 2.5 മീറ്റർ. ബംഗ്രുവിനകത്ത് ബ്രിക്ക് റെഡ് കളറിനകത്ത് ഗ്രീനും ബ്ലൂവും കോമ്പിനേഷനിലാണ് എൻ്റെ പ്രിൻ്റ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ബംഗ്രുവിൽ തന്നെയുള്ള ബോട്ടമാണ്. ഒരു ഒലിവ് ഗ്രീൻ കളർ കോമ്പിനേഷനകത്ത് ഒരു ഡബിൾ ഡൈ ചെയ്ത പോലെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ഗ്രീൻ കളറിൽ ഡബിൾ ഡൈ ചെയ്ത പോലെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിൻ്റെ സൈഡിലും ഈ സെയിം ബോർഡർ തന്നെയാണ്, പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ വൈസ് അതിനൊരു ഇച്ചിരി ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണ് എൻ്റെ ബോട്ടം വരുന്നത്. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട കാണിച്ചു തരാം. ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ഉണ്ടോ, ഈ സെയിം പ്രിൻ്റാണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത്, സെയിം പ്രിൻ്റാണ് എൻ്റെ ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത്. ഇത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഞാനിപ്പോൾ ഇട്ടിരുന്നത് കോട്ടൺ ആണ്, പക്ഷേ ഇത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഷിഫോണിനകത്തും ഈ സെയിം പ്രിൻറ്റ് പാറ്റേൺ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. ഇപ്പോൾ നിങ്ങൾക്ക് റഫിൾ സ്ലീവ്സ് വെക്കാനായിട്ടാണെങ്കിലും പ്ലീറ്റഡ് ആയിട്ടാണെങ്കിലും ഡ്രസ്സായിട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് ഫസ്റ്റ് സെറ്റ്, ബ്രിക്ക് റെഡ് വിത്ത് ഒലിവ് ഗ്രീൻ കോമ്പിനേഷൻ. അടുത്തത് വരുന്നത് ബേജ് കളറാണ്. ഈ സമ്മറിൽ നമ്മൾ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ബേജ് കളറിനകത്ത് ബ്ലൂ കളറിലെ ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ ആണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത്. ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ ആണ് അതിനകത്ത് വന്നേക്കുന്നത് ഫുള്ളായിട്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. കുഞ്ഞു ഫ്ലവേഴ്സ്, ബ്ലൂ കളറിലെ ബ്ലാക്കിൽ പ്രിൻ്റഡുള്ള ഫ്ലവേഴ്സ്. സൈഡിൽ ബോർഡർ വന്നേക്കുന്നത് ബ്ലൂവും ബ്രിക്ക് റെഡും ആയിട്ടുള്ള കോമ്പിനേഷനിലുള്ള ബോർഡർ. സ്ലിറ്റയിൽ അല്ലെങ്കിൽ സ്ലീവിൻ്റെ എഡ്ജിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ടയും ഇതേ സെയിം കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ്. 2.25 മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത്. ഷോർട്ട് ദുപ്പട്ടാസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്, സോഫ്റ്റ് കോട്ടൺ ആയത് കാരണം. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ സെയിം പ്രിൻ്റ് തന്നെയാണ്. ഗ്രേ കളറിലാണ് എൻ്റെ ബോട്ടം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഗ്രേ കളറിനകത്ത് ടീൽ ബ്ലൂ കളറും കൂടെ കോൺട്രാസ്റ്റ് നിന്നുകൊണ്ടാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് ടോപ്പ് വന്നേക്കുന്നത് ഇതുപോലെ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ്. അതിനകത്ത് ഡയമണ്ട് അല്ല, ഒരു നമ്മുടെ ഡോം പോലത്തെ ഇത് വന്നിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് വന്നേക്കുവാണ്. ഇങ്ങനെ ലൈൻ ആയിട്ടുള്ള പാറ്റേണിലാണ് അത് പോയേക്കുന്നത്. ഇതിൻ്റെയും സൈഡിൽ അതുപോലത്തെ തന്നെ പ്രിൻറ്റ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഗ്രീനും ബ്രിക്ക് റെഡും ബ്രൗണും കോമ്പിനേഷനാണ്. ബേജ് ആണ്, ഒരു ഗോൾഡൻ ക്രീം കളർ അല്ലെങ്കിൽ ബേജ് ആണ് ഇതിൻ്റെ ബേസ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ കൂടെയും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ്. ഒരു ഗ്രേയും ബ്രൗണും കൂടെ മേർജ് ചെയ്തിട്ട് അതിനകത്ത് ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വന്നേക്കുന്നതാണ്. ഒരു ബത്തീക്ക് ഇഫക്റ്റും അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ബോട്ടത്തിലും അതുപോലെ തന്നെ സെയിം ബോർഡർ അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ കൂടെ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ഷിഫോൺ ദുപ്പട്ട ഈ ഒരു സെയിം പ്രിൻറ്റിങ് പാറ്റേൺ, ബോഡിയിൽ വന്നിരിക്കുന്ന സെയിം പ്രിൻറ്റിങ് പാറ്റേൺ വന്നേക്കുന്നതാണ് ഷിഫോൺ ദുപ്പട്ട. ഈ സൈഡിൽ ഗ്രീൻ കളറും ഈ സൈഡിൽ ബേജ് ആൻഡ് ബ്ലാക്ക് കളറിലുമാണ്. സെയിം ഡിസൈനാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് വീണ്ടും ബ്രിക്ക് റെഡ് പാറ്റേണിലുള്ള ഒരെണ്ണമാണ്. ബ്രിക്ക് റെഡിനകത്ത് ഇച്ചിരി കൂടെ വലിയ ഫ്ലവേഴ്സ്, നമ്മുടെ ഡ്രാഗൺ ഫ്ലവറിൻ്റെ ഒക്കെ പോലത്തെ ഫ്ലവേഴ്സാണ് അതിനകത്ത് വന്നേക്കുന്നത്. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്. സൈഡിൽ അതുപോലത്തെ തന്നെ ട്രഡീഷണൽ ബോർഡർ പാറ്റേൺ വരുന്നുണ്ട്. ഒരു ചെയിൻ പോലത്തെ ഒരു പാറ്റേണിനകത്ത് ബ്രിക്ക് റെഡ് കളർ കോമ്പിനേഷനും കൂടെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ബോർഡർ വന്നേക്കുന്നത്. ഗ്രീൻ ബ്രിക്ക് റെഡിനകത്ത് ബേജിനകത്ത് ഗ്രീൻ ഔട്ട്ലൈനും ബ്ലൂ ആണ് ഫിനിഷ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ജോമെട്രിക്കൽ പാറ്റേണിലുള്ള ബോട്ടമാണ്. 6 ആക് ലൈനും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ റെയിൽസ് പോലത്തെ ലൈൻസും കോളം ഡിസൈൻസാണ് ഫിനിഷിങ് വന്നേക്കുന്നത്. ഈ സെയിം ബോർഡർ തന്നെ ഇതിലും അറ്റാച്ച്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് ജാക്കറ്റ് ഫോമിലൊക്കെ തയ്ച്ചെടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ബോർഡറും ബോട്ടത്തിൻ്റെ ബോർഡറും സെയിം ആണ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടം വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ഈ ബോട്ടത്തിൻ്റെ സെയിം കോമ്പിനേഷനിലുള്ള ദുപ്പട്ടയാണ്. ആ 6 ആക് പാറ്റേണും ആ റെയിൽ പാറ്റേണും ഈ സെയിം ബോർഡറും ടോപ്പിൽ വന്നേക്കുന്ന പ്രിൻറ്റ് ഡിസൈൻ മുന്താണിയുടെ പോർഷനിൽ വരുന്ന പോലെയാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്ത സെറ്റ് വരുന്നത് ഒരു ലീഫ് പ്രിൻറ്റ് ഡിസൈനാണ്. ബ്രൗൺ പാറ്റേണിലുള്ള ലീഫ് പ്രിൻറ്റ് ഡിസൈനാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്നത്. ബ്രൗണിൽ ഗ്രീനും മെറൂണും കോമ്പിനേഷനിലുള്ള ലീവ്സാണ് ഫുൾ ടോപ്പിൽ വന്നേക്കുന്നത്.
ഇതൊക്കെ നല്ല ഭംഗിയാട്ടോ, കുർത്തയായിട്ടൊക്കെ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും ഈ ലീഫുകളുടെ തന്നെ ചെറിയൊരു ബോർഡർ, ലീഫ് ഇങ്ങനെ നമ്മുടെ തിക്കായിട്ടുള്ള ഇലകളും മരങ്ങളും വന്നു കഴിയുമ്പോൾ ഉള്ള ആ ഒരു ലുക്കിലുള്ള ബോർഡറും വരുന്നുണ്ട്. ഈവൻ ഈ ബോർഡേഴ്സ് കട്ട് ചെയ്ത് യോക്ക് പോർഷൻ പോലെ ചെയ്താലും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ സെയിമിനകത്തുള്ള ബേജിനകത്ത് ബ്രൗൺ കളറിൽ ലീഫ്, നമ്മുടെ ഉണങ്ങിയ ഇലകൾ മാത്രം വന്ന പോലത്തെ സ്കെയിൽസ് ഉണ്ടല്ലോ, ഇലകളുടെ സ്കെയിൽസ് മാത്രം വരുന്ന പോലത്തെയാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ ബോർഡറും സെയിം ബോർഡർ തന്നെയാണ്, സെയിം ബോർഡർ തന്നെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും വന്നേക്കുന്നത്. ഇനി എൻ്റെ ദുപ്പട്ടയും ഇതിൻ്റെ നല്ല വശം ഉള്ളിലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് എൻ്റെ നല്ല വശം വരുന്നത്. ഇച്ചിരിയും കൂടെ ഡാർക്കായിട്ടുള്ള സൈഡ് ആണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ സെയിം പാറ്റേണിലുള്ള മൽക്കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയ്ക്കകത്തും ഈ സെയിം പ്രിൻറ്റ് പാറ്റേൺ തന്നെ, ടോപ്പിലും ബോട്ടത്തിലും വന്നിട്ടുള്ള സെയിം ലീഫ് ഡിസൈൻ തന്നെയാണ് എൻ്റെ ഇതിൽ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്, സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ബോട്ടവും ഇതും വന്നേക്കുന്നത്. അടുത്തത് വരുന്നത് വീണ്ടും ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ളത് തന്നെയാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടപ്പം കോട്ടൺ ദുപ്പട്ടയാണ്, ഇതിൻ്റെ കൂടെ കാണുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഇതും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പോലത്തെ ഒരു ലീഫ് ഫ്ലവർ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. ബ്രിക്ക് റെഡ് ആണ് ബേസ് കളറ്, ഗ്രീനും ബേജും ബ്ലൂവും കോമ്പിനേഷനിലാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ സിക്സ് ആക്ക് പാറ്റേണിലും ഡയമണ്ട് കോളം ഡിസൈൻസിലും വന്നിട്ടുള്ളതാണ് അതിൻ്റെ ബോട്ടം. പ്യുവർ ഷിഫോണിനകത്ത് ഈ സെയിം പ്രിൻറ്റ് പാറ്റേൺ വന്നതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട, ഞാൻ എൻ്റെ ചോപ്പും ബോട്ടം ദുപ്പട്ടയും വരുന്നത്. അടുത്തത് വരുന്നതും ബ്രിക്ക് റെഡിനകത്ത് ബ്രൗൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലുള്ള ടോപ്പാണ്. ഇതെല്ലാം സോഫ്റ്റ് കോട്ടൺസ് ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രിൻറ്റ് പാറ്റേൺസ് നോക്കിയേച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഫോട്ടോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു കലംകാരി പ്രിൻറ്റ് ഡിസൈൻ. കലംകാരി എന്ന് പറയുന്നത് ഈ ജാലി ഡിസൈൻസിനകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് വരുന്നത് കൊണ്ടാണ്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക്ഡ് ആണ്, പെൻ കലംകാരി അല്ല, ഹാൻഡ് ബ്ലോക്ക്ഡ് ആയിട്ടുള്ള കലംകാരിയാണ്. പാറ്റേണിലാണ് ഭംഗ്രു പ്രിൻറ്റിങ് വന്നിരിക്കുന്നത്. സൈഡിൽ ട്രഡീഷണൽ ബോർഡർ പാറ്റേൺ വരുന്നുണ്ട്. കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം ജോമെട്രിക്കൽ പാറ്റേണിൽ ലൈൻസും ട്രയാങ്കിൾസും വരുന്ന, ലൈൻ ഓഫ് ട്രയാങ്കിൾസ് വരുന്നതാണ് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ബോട്ടത്തിൻ്റെ സൈഡിലും സെയിം ബോർഡർ ഡിസൈൻ വരുന്നുണ്ട്. പെൻസിൽ പാൻ്റായിട്ടും അതുപോലെ തന്നെ സൈഡിൽ ആ ബോർഡർ ഫിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഈവൻ പ്ലെയിൻ കുർത്താസിൽ ഈ ബോർഡേഴ്സ് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എലൂഷൻ ഓഫ് പ്രിൻറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം സോഫ്റ്റ് കോട്ടൺ ആണ്, വാഷ് ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. കോട്ടൺസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഷ്രിങ്ക് ചെയ്യാനും കളർ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കോട്ടൺസ് യൂസ് ചെയ്യുന്നവർക്കറിയാം, പക്ഷെ ഭയങ്കര കംഫർട്ടബിളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. മുന്താണിയുടെ അറ്റത്ത് രണ്ട് സൈഡിലും ടോപ്പിൽ വന്നേക്കുന്ന സെയിം പ്രിൻറ്റും സെൻറ്റർ പോർഷനിൽ ബോട്ടത്തിൻ്റെ പ്രിൻറ്റുമാണ് വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് കലംകാരിയിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. നമ്മുടെ ബേജിനകത്ത് കുഞ്ഞു മാങ്ങ ഡിസൈൻസ് പോലത്തെ പ്രിൻറ്റ്. ഇപ്പോൾ ഞാൻ നിവർത്തിയപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ആയിപ്പോയേ. ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്. ഫുള്ളായിട്ട് ഇതുപോലത്തെ പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. പേസ്ലി ഡിസൈൻസും ബ്ലാക്ക് കളറുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ബോർഡേഴ്സിൻ്റെ പോർഷനിൽ ഇച്ചിരിയും കൂടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലുക്കിലുള്ള ബോർഡേഴ്സാണ്. അതിനകത്ത് ലീഫ് പാറ്റേൺസിനകത്ത് ഗ്രീൻ കളറുണ്ട്. ഗ്രീൻ കളറും ബ്ലാക്ക് കളർ ലൈൻസും ഒക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷനിൽ റെഡ് മാത്രം, ബ്രിക്ക് റെഡ് മാത്രം കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് എൻ്റെ ബോട്ടം വന്നേക്കുന്നത്. അതിലും സെയിം ബോർഡർ പാറ്റേൺ തന്നെ. അപ്പോൾ സ്ട്രെയിറ്റ് കട്ട് പാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ പ്രിൻറ്റിനകത്ത് ആ സ്ട്രെയിറ്റ് കട്ട് പാൻസ് വന്നു കഴിയുമ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ വന്നേക്കുന്നത് വീണ്ടും മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഈ ബോട്ടത്തിൽ വന്നേക്കുന്ന സെയിം പ്രിൻറ്റും ബോർഡറിൽ വന്നേക്കുന്ന പ്രിൻറ്റും ടോപ്പിൻ്റെ അറ്റത്തുള്ള പ്രിൻറ്റുമാണ് അതിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. അടുത്തത് വരുന്നത് വീണ്ടും ഒരു കലംകാരി പാറ്റേണിൽ വരുന്ന ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ 2.5 മീറ്ററാണ്. ഫുള്ളായിട്ട് ഇതാണ് ടോപ്പ് വരുന്നത്.
നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈവൻ ഒരു പ്ലെയിൻ ബ്ലൂ കളറിൻ്റെ യോക്ക് കൊടുത്തിട്ട് അതിൽ ചെറുതായിട്ടൊരു മിറർ വർക്ക് ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ബോട്ടം എന്ന് പറയുന്നത് ഗ്രേ കളറിലുള്ള ബോട്ടമാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കോമ്പിനേഷൻസ് വളരെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. അതിനകത്തൊരു ടൈ ആൻഡ് ഡൈ ഇഫക്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ആ ബോട്ടത്തിൻ്റെ പോർഷൻ നമ്മളൊരു സ്കേർട്ട് പോലെ സ്ട്രെയിറ്റ് കട്ട് സ്കേർട്ടും ടോപ്പും ആയിട്ട് ചെയ്താലും പാരലായിട്ട് ചെയ്താലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടവും വന്നേക്കുന്നത്. ഈവൻ ഞാനിപ്പോൾ ഈ ചെയ്തേക്കുന്ന സ്ലീവ്സിൻ്റെ ലുക്കിലും, അതായത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഞാൻ സെക്കൻഡ് ലെയറായിട്ട് ബെൽ സ്ലീവ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതേ ഒരു ലുക്കിൽ ചെയ്തെടുത്താലും നല്ലൊരു സ്റ്റൈലൈസ്ഡ് ലുക്കിൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഈ സെയിം പ്രിൻറ്റ് പാറ്റേണിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ബേജ് കളറാണ് എൻ്റെ ദുപ്പട്ട. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ഈ ബോട്ടത്തെ വന്നേക്കുന്ന ഗ്രേക്കകത്ത് വന്നേക്കുന്ന സെയിം പ്രിൻറ്റ് ഡിസൈൻ തന്നെയാണ് എൻ്റെ ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. ആച്ചലിൽ സെയിം ടോപ്പിൻ്റെ പ്രിൻറ്റ് ഡിസൈൻ തന്നെ വരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൻ്റെ മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store എന്ന വെബ് പേജിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസും കണ്ട് അതിൻ്റെ പ്രിൻറ്റും ഡീറ്റെയിൽസും എല്ലാം കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് കോട്ടൺ ഫാബ്രിക്കാണ്. കളർ ബ്ലീഡിങ് ഉണ്ടാവും. ഫസ്റ്റ് 3 വാഷസിൽ കളർ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പം കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഷ്രിങ്കേജ് കുറച്ചുണ്ടാവുന്നത് കാരണം നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം തയ്ക്കാൻ കൊടുക്കുക. പിന്നെ കോട്ടൺ ഫാബ്രിക് ആയത് കാരണം ഇതിന് ലൈനിങ് ഇട്ടില്ലെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. പിന്നെ ലൈനിങ് ഇടണം ഇഷ്ടമുള്ളവർക്ക് ലൈനിങ് ഇട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.